ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഡിന്നറാണ്. അതിൽ ആദ്യം തന്നെ നമ്മൾ മുന്തിരിൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മുന്തിരി പുഴുങ്ങാനിട്ടിട്ടുണ്ട് ഗായ്സ്. ഇതാ അപ്പോൾ നമ്മളിതാ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൊക്കി ചൊഴിഞ്ഞിടാനാറും അപ്പോൾ കുഴപ്പമില്ല. ഗായ്സ്, നമ്മളിതാ ടർക്കിഷ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ്. നമ്മളിപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിലേക്കുള്ള മസാലയാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയത്. മസാലേൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സാലഡിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇതാ നമ്മൾ 1 മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കുറച്ച് നേരം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടു. അപ്പോൾ സാലഡിലേക്കുള്ള ഒലിവ് ഓയിലും പിന്നെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്, പിന്നെ പെപ്പർ പൗഡറും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെമണും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ സാലഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ചിക്കൻ ഏകദേശം എല്ലാം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വൈറ്റ് സോസ് കൂടെ അതിൻ്റെ മേലെ നല്ലോണം ഗാർണിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ വൈറ്റ് സോസ് ഇടുന്നത്. പിന്നെ ഇതാ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട്, പാലട പായസം. അപ്പോൾ വൈറ്റ് സോസ് ഇട്ടതിന് ശേഷം നമ്മളിതാ മൊസറല്ല ചീസ് അതിൻ്റെ മേലെ ഇങ്ങനെ നല്ലോണം ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. സൈഡിൽ നിന്ന് പായസവും റെഡി ആവുന്നുണ്ട്. അതാണ് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ സാധനം ഇതാ നല്ലോണം ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് നല്ലോണം അതിൽ കുറച്ച് ഓറിഗാനോ പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ സാലഡ്, ഗ്രേപ്പ് ജ്യൂസ്, ടർക്കിഷ് ചിക്കൻ വിത്ത് ചപ്പാത്തി. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ട്യൂൺ ഗായ്സ്. ബൈ ബൈ.